ഒരു നിയോജക മണ്ഡലം അത് വെറുമൊരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല. അവിടുത്തെ കണക്കുകൾക്കപ്പുറം അതിനൊരു ഹൃദയമുണ്ട്. അവിടുത്തെ മണ്ണിനും മനുഷ്യർക്കും പറയാൻ ഒരുപാടുണ്ട്. ഇന്ന് നമ്മൾ ഏലത്തൂരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ജയിക്കാൻ വേണ്ടി മാത്രമല്ല, എങ്ങനെ നന്നായി ഭരിക്കാമെന്നതിന്റെ ഒരു രൂപരേഖ കണ്ടെത്താനാണ് ഈ ശ്രമം. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കാൻ പോകുന്നത്? ആദ്യം ഏലത്തൂരിന്റെ മണ്ണും മനസ്സും നമ്മളറിയും. പിന്നെ സംഖ്യകളിലേക്ക് വരും. തെരഞ്ഞെടുപ്പ് കണക്കുകൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ജനങ്ങളുടെ ശബ്ദം കേൾക്കും. പിന്നെ നിലവിലെ അധികാര കേന്ദ്രങ്ങളെ ഒന്നും വിലയിരുത്തും. ഇതിൽ നിന്നെല്ലാം ഒരു സേവനത്തിനുള്ള ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. അവസാനം മുന്നോട്ടുള്ള വഴി എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഏതൊരു രാഷ്ട്രീയ വിശകലനവും തുടങ്ങേണ്ടത് ആ മണ്ണിൽ നിന്നാണ്. അപ്പോൾ എന്താണ് ഏലത്തൂരിന്റെ ഹൃദയമിടിപ്പ്? അവിടുത്തെ ഭൂമിയും ജനങ്ങളും എങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത്? കേരളത്തിന്റെ വടക്ക് ഭാഗത്താണ് ഏലത്തൂർ. ഒറ്റനോട്ടത്തിൽ കേരളത്തിന്റെ ഒരു ചെറിയ രൂപം എന്ന് തന്നെ പറയാം. ഒരു വശത്ത് കടൽ, മറുവശത്ത് കൃഷിയിടങ്ങളും ചെറിയ നഗരങ്ങളും. ഈ ഭൂപ്രകൃതിയിലെ ഓരോ വ്യത്യാസവും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെയും അവരുടെ ആവശ്യങ്ങളെയും സ്വാഭാവികമായും അവരുടെ രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ഏലത്തൂരിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിനെ രണ്ടായിട്ട് കാണണം. ഒന്ന് തീരദേശ മേഖല. ഏകദേശം 30 മുതൽ 40% വരെ വോട്ടർമാർ ഇവിടെയാണ്. ഇവരുടെ ജീവിതം കടലുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന് ഉൾനാടൻ പ്രദേശം. 60-70% വരുന്ന ഭൂരിപക്ഷം ഇവിടെയാണ്. കൃഷിയും മറ്റു ജോലികളുമാണ് ഇവരുടെ ആശ്രയം. ഈ രണ്ടു കൂട്ടരുടെയും പ്രശ്നങ്ങൾ ഒന്നല്ല, മുൻഗണനകളും ഒന്നല്ല. ഇതാണ് ഏലത്തൂരിലെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന സമവാക്യം. ഇനി നമുക്ക് അവിടുത്തെ സാമൂഹിക ഘടനയിലേക്ക് നോക്കാം. അതായത് ജനങ്ങൾ. ഏലത്തൂരിലെ ഭൂരിപക്ഷം ഏകദേശം 70-75% ഹിന്ദുക്കളാണ്. 25-30%-ഇടയിൽ മുസ്ലിം ജനവിഭാഗമുണ്ട്. വളരെ ചെറിയൊരു വിഭാഗം 1-2% ക്രിസ്ത്യാനികളുമുണ്ട്. ഈ സാമൂഹിക ഘടന രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നത് എപ്പോഴും പ്രസക്തമായ ഒരു കാര്യമാണ്. ശരി, അപ്പോൾ നമ്മൾ ഭൂമിയും ജനങ്ങളെയും കണ്ടു. ഇനി നമുക്ക് നമ്പറുകളിലേക്ക് വരാം. കാരണം ഡേറ്റ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയും. ഏലത്തൂരിന്റെ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ ചിത്രമെന്താണ്? ഈ സംഖ്യകൾക്ക് പിന്നിലെ കഥ എന്താണ്? 2021 കണക്ക് നോക്കൂ. 2,03,267. ഇത്രയും വോട്ടർമാരുണ്ട് ഏലത്തൂരിൽ. ഇതൊരു വെറും സംഖ്യയല്ല. 2 ലക്ഷത്തിലധികം മനുഷ്യരുടെ പ്രതീക്ഷകളും ആശങ്കകളുമാണ് ഈ ഒരൊറ്റ സംഖ്യയിലുള്ളത്. ഇതാണ് ഇവിടത്തെ ജനാധിപത്യത്തിന്റെ ശക്തി. ഇതിലും പ്രധാനപ്പെട്ട ഒരു സംഖ്യയുണ്ട്. 80.85%. 2021 പോളിംഗ് ശതമാനമാണിത്. ഇത് വളരെ ഉയർന്നയൊരു കണക്കാണ്. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഏലത്തൂരിലെ ജനങ്ങൾ രാഷ്ട്രീയത്തെ വളരെ ഗൗരവമായി കാണുന്നു. അവരുടെ ശബ്ദം കേൾപ്പിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. ഇത്രയധികം പേർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ അതിന് ഒരർത്ഥമുണ്ട്. ഒന്നുകിൽ അവർ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിലവിലുള്ളതിൽ അവർ തൃപ്തരാണ്. ഏതാണെന്ന് നമുക്ക് നോക്കാം. 2021 തെരഞ്ഞെടുപ്പ് ഫലം വളരെ വ്യക്തമാണ്. LDF സ്ഥാനാർത്ഥിക്ക് പകുതിയിൽ കൂടുതൽ വോട്ട് കിട്ടി, 50.98%. ഇതൊരു വ്യക്തമായ വിജയമാണ്. UDF പിന്തുണച്ച സ്ഥാനാർത്ഥിക്ക് 27.46% വോട്ടും BJPക്ക് 19.48% വോട്ടും ലഭിച്ചു. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. LDFന് ശക്തമായൊരു അടിത്തറയുണ്ട്. പക്ഷേ 1/3 വോട്ടർമാരുടെ പിന്തുണ അവർക്കില്ല എന്നതും നമ്മൾ കാണണം. സംഖ്യകൾ കഥയുടെ ഒരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിലെന്താണ്? അവരുടെ ഓരോ ദിവസത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് താഴെത്തട്ടിലേക്ക് ചെല്ലാം, അവരുടെ ശബ്ദം കേൾക്കാം. കാരണം അവിടെയാണ് ഭരണം തുടങ്ങുന്നത്. ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്ന ഒന്നാണ് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതും പരിഹാരം കാണുന്നതും ആ അവകാശത്തിന്റെ ഭാഗമാണ്, അല്ലാതെ ഔദാര്യമല്ല. ഓരോ പ്രദേശത്തെയും പ്രധാന പ്രശ്നങ്ങൾ നോക്കൂ. ചേളന്നൂരിലും കാക്കൂടിലും ചെന്നാൽ ആളുകൾ ആദ്യം പറയുന്നത് കുടിവെള്ളത്തെക്കുറിച്ചാണ്. കാക്കൂരും കുരുവട്ടൂരുമാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ബസ് കിട്ടാത്തതുമാണ് വിഷയം. ഇനി തീരദേശത്തേക്ക് പോയാലോ, അവിടെ കടലാക്രമണവും വെള്ളക്കെട്ടുമാണ് പ്രശ്നം. ഇതിനെല്ലാം പുറമെ പെൻഷൻ വൈകുന്നത്, ആശുപത്രിയിലെ ക്യൂ, ഇതൊക്കെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ പ്രാദേശിക പ്രശ്നങ്ങൾക്ക് മുകളിൽ വേറെ ചില സാമ്പത്തിക സമ്മർദ്ദങ്ങളുമുണ്ട്. കേരളത്തിലെ വിലക്കയറ്റം സാധാരണക്കാരന്റെ ബജറ്റിനെ താളം തെറ്റിക്കുന്നു. ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് തിരികെ വരുന്നവരുടെ എണ്ണം കൂടുന്നു. അവർക്കിവിടെ ജോലിയുമില്ല. കാട്ടുപന്നിയും മറ്റും കൃഷി നശിപ്പിക്കുന്നത് പലരുടെയും ജീവിതം തന്നെ ഇല്ലാതാക്കുന്നു. പിന്നെ നിലവിലുള്ള ക്ഷേമ പദ്ധതികളിലൊക്കെ ഒരു തരം മുരടിപ്പ് വന്നിരിക്കുന്നു എന്നൊരു തോന്നലും ജനങ്ങൾക്കിടയിലുണ്ട്. ഈയൊരു വാചകം മാത്രം മതി ഒരു പ്രശ്നത്തിന്റെ ആഴം മനസ്സിലാക്കാൻ. 10,000-ലധികം ആളുകളെ ബാധിക്കുന്ന കുടിവെള്ള പ്രശ്നം. ഇത് വെറുമൊരു തലക്കെട്ടല്ല. എല്ലാ ദിവസവും വെള്ളത്തിനുവേണ്ടി കഷ്ടപ്പെടുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ ജീവിതമാണ് ഇതിനു പിന്നിൽ. ഒരു ഭരണകൂടം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നിലവിലെ ഭരണനേതൃത്വത്തെ ഒന്ന് നോക്കാം.
അവരുടെ പ്രകടനം എങ്ങനെയാണ്? എവിടെയാണ് ശക്തി, എവിടെയാണ് വീഴ്ചകൾ? ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ? നിലവിലെ എംഎൽഎയുടെ ഒരു സ്വോട്ട് വിശകലനം നടത്തിയാൽ ശക്തി എന്താണ്? വർഷങ്ങളുടെ പരിചയസമ്പത്തുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന മുഖമാണ്. ദൗർബല്യമോ? കുടിവെള്ളം, റോഡ് പോലുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ വേണ്ടത്ര ചെയ്തില്ല എന്നൊരു പൊതുധാരണയുണ്ട്. അവസരം എന്താണ്? അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഈ പാതി വഴിയിലായ പദ്ധതികൾ പൂർത്തിയാക്കാം. ഭീഷണി? ജനങ്ങൾക്കിടയിലുള്ള ഭരണവിരുദ്ധ വികാരവും ബിജെപി പതിയെ വളരുന്നതും ഒരുപോലെ വെല്ലുവിളിയാണ്. ജനങ്ങളുടെ കണ്ണിലൊരു മാർക്കിട്ടാൽ എങ്ങനെയിരിക്കും? ക്ഷേമ പദ്ധതികൾക്ക് 10-6 മാർക്ക്, അടിസ്ഥാന സൗകര്യ വികസനത്തിന് 10-5, വിശ്വാസ്യതയ്ക്ക് 10-6. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ജനങ്ങൾ പൂർണ്ണമായും തൃപ്തരല്ല, എന്നാൽ പൂർണ്ണമായും നിരാശയുമില്ല. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കിട്ടിയ 5 മാർക്ക് അത് ജനങ്ങളുടെ പരാതികൾക്ക് അടിവരയിടുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി എന്ത്? തിരഞ്ഞെടുപ്പ് തന്ത്രം എന്നത് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, അത് നല്ല ഭരണം നൽകാനുള്ളൊരു രൂപരേഖയായിരിക്കണം. ജനങ്ങളുടെ പ്രശ്നങ്ങളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാം, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിനെ നമുക്ക് ചതുർമുഖ സിദ്ധാന്തമെന്ന് വിളിക്കാം. 4 തൂണുകളുള്ളൊരു തന്ത്രം. 1. നടപ്പാക്കാത്ത വാഗ്ദാനങ്ങളെയും വീഴ്ചകളെയും ശക്തമായി ചോദ്യം ചെയ്യുക. 2. വിഭാഗീയതയില്ലാത്ത സുസ്ഥിരമായൊരു ഭരണമാണ് ഞങ്ങൾ നൽകുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. 3. ടെക് സ്കിൽ സെന്ററുകൾ പോലുള്ള പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് ഒരു പുതിയ പ്രതീക്ഷ നൽകുക. 4. ഓരോ പൗരന്റെയും സുരക്ഷയും ക്ഷേമവും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഉറപ്പു നൽകുക. ഈ 4 ചേരുമ്പോഴാണ് ഒരു പൂർണ്ണമായ രാഷ്ട്രീയ ബദലുണ്ടാകുന്നത്. വെറും വാക്കുകൾ പോരാ, കൃത്യമായ ആക്ഷൻ പ്ലാൻ വേണം. ജനങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന 3 കാര്യങ്ങൾ. 1. പെരുവണ്ണാമൂഴി കനാലിന്റെ പണി പൂർത്തിയാക്കി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക. 2. ഉൾനാടൻ ഗ്രാമങ്ങളിലെ റോഡുകളിലെ കുഴികളെല്ലാം അടയ്ക്കാൻ ഒരു റൂറൽ റോഡ് ബ്ലിറ്റ്സ് പ്രഖ്യാപിക്കുക. 3. കമ്മ്യൂണിറ്റി ഹാളുകളുടെ നിർമ്മാണം വേഗത്തിലാക്കുക. ഇത് കുറച്ചുപേർക്ക് ജോലിയും നൽകും, നാട്ടുകാർക്ക് പല ആവശ്യങ്ങൾക്കും ഉപകാരപ്പെടുകയും ചെയ്യും. ഇവയൊക്കെ ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് മാറ്റമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഏലത്തൂരിന്റെ ഭൂമിശാസ്ത്രം, കണക്കുകൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അതിനൊരു പരിഹാരത്തിനുള്ള രൂപരേഖ എല്ലാം കണ്ടു. ഇനി മുന്നോട്ടുള്ള വഴി എന്താണ്? എങ്ങനെയാണ് രാഷ്ട്രീയത്തെ അതിന്റെ യഥാർത്ഥ ലക്ഷ്യമായ ജനസേവനവുമായി വീണ്ടും ബന്ധിപ്പിക്കാൻ കഴിയുക? നമ്മൾ കണ്ട ഈ ഡേറ്റയെല്ലാം ഒരേ ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത്. വിജയിക്കാനുള്ള വഴി വലിയ പ്രത്യയശാസ്ത്രങ്ങൾ പറയുന്നതിലല്ല, മറിച്ച് ജനങ്ങളുടെ ചെറിയ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലാണ്. ആരുടെ അടുക്കളയിലാണ് വെള്ളമില്ലാത്തത്? ആരുടെ കുട്ടിക്കാണ് സ്കൂളിൽ പോകാൻ നല്ല റോഡില്ലാത്തത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നവർക്കാണ് ഇനി ഭാവി. ഇതിനെയാണ് നമ്മൾ ജനാധിഷ്ഠിത ഭരണം എന്ന് പറയുന്നത്. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുക, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ പടുത്തുയർത്തുന്ന ഒരു ഭരണരീതി. ഇവിടെയാണ് ഓരോ പൗരന്റെയും സ്വകാര്യതയെ മാനിക്കേണ്ടതിന്റെ പ്രാധാന്യം വരുന്നത്. ഇന്ത്യയുടെ ഡേറ്റാ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ അനുസരിച്ച് ജനങ്ങളുടെ വിവരങ്ങൾ അവരുടെ പൂർണ്ണ സമ്മതത്തോടെ അവർക്ക് ബോധ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വമുള്ള ഭരണമുണ്ടാകുന്നത്. അപ്പോൾ അവസാനമായി ഒരൊറ്റ ചോദ്യം. ഒരു സമൂഹത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ച് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ആഴത്തിൽ മനസ്സിലാക്കിയാൽ ഒരു തിരഞ്ഞെടുപ്പിനെ അധികാരത്തിനു വേണ്ടിയുള്ള ഒരു മത്സരത്തിൽ നിന്ന് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു ജനവിധിയായി മാറ്റാൻ നമുക്ക് കഴിയുമോ? ഒന്നാലോചിച്ചു നോക്കൂ. If you want to become a people-centric leader and uplift your constituency, get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 080-42041-602. Purpose beyond politics.